ഞാനെന്ന് പറഞ്ഞാൽ നിരീശ്വരവാദിയല്ല, ഈശ്വരവിശ്വാസിയാണ്. അത് യുക്തിഭദ്രമായിട്ട് മനസ്സിലായതാണല്ല, അത് ആരെങ്കിലും പറഞ്ഞിട്ടല്ല. ഒരാൾ പറഞ്ഞത് കൊണ്ട് വിശ്വസിക്കാൻ പറ്റുമോ? ഒരാൾ ഒരു കാര്യം പറഞ്ഞത് കൊണ്ട് വിശ്വസിക്കില്ല, അതൊക്കെ ബോധ്യപ്പെടണമല്ലോ. ഇപ്പം ഞാനിവിടെ ഒറ്റക്ക് ഇരിക്കൊന്നും പറ്റില്ല. ദൈവമല്ലാതെ ഇരിക്കൊന്നും പറ്റില്ല. ദൈവം വേണം. ദൈവമല്ലാതെ ഈ പ്രപഞ്ചത്തിലൊന്നുമില്ല. ദൈവം ഉണ്ടെങ്കിലേ ഈ പ്രപഞ്ചം ഉണ്ടാവുള്ളൂ. അതല്ലേ എൻ്റെ ശ്വസനം, എൻ്റെ കാഴ്ച, എൻ്റെ കേൾവി, എൻ്റെ സംസാരം, എൻ്റെ രുചി, എൻ്റെ സ്പർശനം, എൻ്റെ ചിന്ത, എൻ്റെ ബുദ്ധിയൊക്കെ ഞാൻ ഉണ്ടാക്കുന്നതാണോ? എനിക്കുണ്ടാക്കാൻ പറ്റുമോ? അപ്പോൾ എന്നെ സൃഷ്ടിക്കുന്ന ആരാണ്? കർത്താവ്. കൃത്യമായിട്ട് കർത്തവ്യം ചെയ്യുന്നുണ്ട് ദൈവം. അതുകൊണ്ടാണ് ഞാനിവിടെ ഉള്ളത്. എന്നെ അറിയുന്ന ആരാണ് ലോകത്ത് ആർക്കെങ്കിലും എന്നെ അറിയാൻ പറ്റുമോ? പറ്റില്ല. നിനക്ക് എന്നെ അറിയാവോ? ലോകത്ത് ഒരാൾക്കും എന്നെ അറിയില്ല. മുഹമ്മദ് നബിക്കൊന്നും എന്നെ അറിയില്ല. എന്നെ അറിയില്ല. കൊതുക് ഉസ്മാൻ ആരാണെന്ന് അറിയില്ലല്ലോ. കൊതുക് ഉസ്മാൻ അറിയുന്നത് എന്നെ സൃഷ്ടിക്കുന്ന കർത്താവായ ദൈവത്തിന് മാത്രമേ ഉള്ളൂ. അതാണ് എൻ്റെ ഭക്തി. ആ ദൈവം മഹാനാണ്. എന്നെ സൃഷ്ടിക്കുന്ന കർത്താവായ ദൈവം എവിടെയാണ്? ഇവിടെയാണോ? ഈ പ്രപഞ്ചത്തിൻ്റെ ഉള്ളിലാണോ? അല്ല, അതിനെല്ലാം അപ്പുറത്ത്. എവിടെയാണോ അവിടെ നിന്നാണ് എന്നെ സൃഷ്ടിക്കുന്നത്. ആ കർത്താവായ ദൈവം മാത്രമേ മഹാനുള്ളൂ. മറ്റാരും മഹിമയില്ല. ഒന്നിനും മഹിമയില്ല. എല്ലാം നശിച്ചു പോകും. ഞാനും നശിക്കും, നീ നശിക്കും, ഈ പ്രപഞ്ചം മൊത്തം നശിക്കും. പക്ഷേ മഹേശ്വരൻ നശിക്കില്ല. നാശമില്ലാത്ത മഹേശ്വരന് മാത്രമാണ് മഹിമ. അതാണ് എൻ്റെ ആരാധന, എൻ്റെ പ്രാർത്ഥനയാണത്. അങ്ങനത്തെ ഒരു വിശ്വാസിയാണ് ഞാൻ. അത് യുക്തിയാണ്, എൻ്റെ യുക്തിയാണ്. ഞാൻ കിതാബ്